ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സാഗരേട്ടനും പാലക്കാട് പോവാണ് കേട്ടോ. അതായത് സാന്ദ്രേശ്വരി വീട്ടിലേക്ക് പോവാണ്. സാന്ദ്രേശ്വരി വീട് പാലക്കാടാണ്. അപ്പോൾ അവിടെ ഒരു കാവശ്ശേരി പൂരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴാണ് പോണത്. നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് ചെയ്യണ കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഓടി പോകാനായിട്ട് പറ്റില്ല. കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട ചേച്ചിയുണ്ട്, നമുക്ക് കൊറിയർ പാക്ക് ചെയ്യാനും അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഉച്ചയാകുമ്പോഴാണ് പോയത്. ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് ഒരു കുഞ്ഞ് പാവാട, ഒരു കുഞ്ഞ് പട്ടുപാവാടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് ഈ കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി സമയമാകുമ്പോൾ വൈകിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞത് ഇതേപോലെ ഓർഗൻസയുടെ ഒരു സ്കേർട്ടും അതിന് മാച്ചായിട്ടുള്ളൊരു ബ്ലൗസാണ്. നമ്മളപ്പോൾ ഇതാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് ഇപ്പോൾ ബ്ലൗസ്. അതേപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു ഓർഗൻസയുടെ സ്കേർട്ടും. അപ്പോൾ നമ്മൾ അതും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പും പലാസയാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറാന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ. അത് നല്ല രീതിയിൽ ഫെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അജ്രക്കിൻ്റെ കോട്ടൻ്റെ ടോപ്പും അതേപോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയലുള്ള ഒരു പലാസയും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ ഒരു അപ്ഡേഷനും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ആദ്യം നേരിട്ട് കാണുന്നവർക്കറിയാം, ഫേസിൽ നല്ല രീതിയിൽ കുരുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ആക്നെ മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യൂർ സ്കിൻ ആപ്പിനെ കുറിച്ച് കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ആപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ സ്കിൻ പ്രോബ്ലം ആയാലും ഹെയർ പ്രോബ്ലം ആയാലും ഉണ്ടാവുക. അവരുടെ ഹെൽത്തും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലവരാണെങ്കിൽ ഫീഡ് ചെയ്യുന്നവരുണ്ടാവും, ചിലവർക്കാണെങ്കിൽ തൈറോയ്ഡ് ഉള്ളവരും. അപ്പോൾ എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ട ഡയറ്റും സ്കിൻ കെയർ ടിപ്സും പറഞ്ഞു തരുന്നതാണ് ഈ ക്യൂർ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റായിട്ട് ചാറ്റ് ചെയ്യാം, നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കിൻ കെയർ ആണ് അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഒരു ഫേസ് വാഷും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ആഫ്റ്റർ ബിഫോർ ചേഞ്ചസുകൾ ഞാനിവിടെ കാണിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ മന്ത്ലി ഫ്രീ ചെക്കപ്പാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു കിറ്റിന് 1499 രൂപയാണ്. അപ്പം എൻ്റെ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ 100 സബ്സ്ക്രൈബേഴ്സിന് മാത്രം 300 റുപ്പീസ് ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടു, ഫേസിൽ ഒരു സ്ട്രോപ്പ് ക്രീമും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഇനി നമ്മൾ നേരെ പോവുകയാണ്. ഇനി നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്രയും വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാടത്താണ് വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വീട്ടിലേക്ക് പോവാം, വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ കാണാൻ വരാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്ന കാരണം ഡയറക്റ്റായിട്ട് ഇവിടേക്ക് വന്നു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ വെടിക്കെട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെടിക്കെട്ടൊക്കെ കണ്ടു. ഇനി അപ്പുറത്ത് വേറെ സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം നല്ല തലവേദനയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ ഛർദിയൊക്കെ ആയി. പിന്നെ ഞാനങ്ങനെ റെസ്റ്റ് എടുത്തു വീട്ടിൽ പോയിട്ട്. ആ ഉച്ചത്തെ ഒരു വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൈഗ്രെയിനുള്ള കാരണം ഛർദിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ രാത്രി ആയപ്പോൾ സാന്ദ്രേച്ചി സാഗരേട്ടനും അളിയനൊക്കെ കൂടിയിട്ട് കാണാനായിട്ട് വെടിക്കെട്ട്, രാത്രിയിലത്തെ വെടിക്കെട്ട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയി വന്നപ്പോൾ എനിക്ക് സാന്ദ്രേച്ചി ഇതേപോലെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ ഒരു ബാഗ്. ഗുരുവായൂരിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ പൊട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് കുറേ നാളായിട്ട് കെട്ടിയിട്ടിട്ടാണ് നടക്കണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സാന്ദ്രേച്ചി അത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാന്ദ്രേച്ചിക്ക് മേടിച്ചുകൊണ്ടെന്താണ് ഈ ഒരു ബാഗ് എനിക്ക് അത്രയും ഇഷ്ടമായി. കാരണം ഞാൻ അതുവരെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റിച്ചൊക്കെ പൊട്ടി പോന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ബാഗ് ഡ്രസ്സ് അങ്ങനെ മാറി മാറി മേടിക്കാം അങ്ങനെ ക്രേസ് ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പൊട്ടിയപ്പോൾ അത് ഞാൻ അങ്ങനെ കെട്ടിയിട്ടു. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലത്തെ മീഷോയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതാ പീലി സാഗരേട്ടനോടൊക്കെ ടി വി കാണണം കേട്ടോ. ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയാണ് കഴിക്കുന്നത്. ഇതാ അളിയും കുറച്ച് കഴിഞ്ഞ് ജോലിക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ദോശ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ആയപ്പോൾ സാന്ദ്രേച്ചിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഗരേട്ടൻ എന്താ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ബസ് കയറാനങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് സാഗരേട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ പീലിയുടെ ഡാൻസ് ആയിരുന്നു. പീലി നന്നായി ഡാൻസൊക്കെ കളിക്കും കേട്ടോ. പീലിയാണെങ്കിൽ ടി വിയിലൊക്കെ നോക്കി ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടു പഠിച്ച് അതേപോലെയൊക്കെ ഡാൻസ് കളിക്കും കേട്ടോ. അപ്പോൾ നന്നായി ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നമുക്ക് മ്യൂസിക് ഇടാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ കുറേ നേരം പീലിയുടെ ഡാൻസൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ കസിൻസൊക്കെ വന്നപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെ ഇവരുടെ കസിൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ കിടന്നുറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. കാലത്ത് നേരത്തെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് വെച്ചു. കാരണം നമ്മൾ സ്കൂട്ടിമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിലാവണേക്കാളും മുമ്പ് വീട്ടിലേക്ക് എത്താന്ന് വെച്ചു. സ്കൂട്ടിമ ഈ വെയിലത്ത് വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ അവിടെ എത്താറായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ രണ്ടുപേരും അക്ഷയ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഓൾറെഡി വയ്യായിരുന്നു, ഛർദ്ദിച്ചൊക്കെ കാരണം കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പനന്നൂങ്ക് കണ്ടു. എൻ്റെ ചെറുപ്പത്തിലത്തെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അച്ഛനമ്മ പുറത്ത് പോയി വരുമ്പോൾ എനിക്ക് എപ്പോഴും മേടിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു പനന്നൂങ്ക്. അപ്പോൾ നമുക്ക് തൃശ്ശൂരൊക്കെ ഇങ്ങനെ അത് പാക്കറ്റൊക്കെ ആയിട്ട് കിട്ടും. ചില സ്ഥലത്ത് ഇങ്ങനെ ഇതായിട്ട് കിട്ടും. നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ തന്നെ പനന്നൂങ്ക് എന്നാണ് കേട്ടോ പറയാം. നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലഗേജൊക്കെ ആയിട്ട് ഇതാ ഒരാൾ വെയിലും കൊണ്ട് വയ്യാണ്ട് വന്ന് കിടക്കണു. വണ്ടി ഓടിച്ചിട്ട് കേട്ടോ. കുറേ ദൂരം ഉണ്ടല്ലോ പാലക്കാട് നിന്ന്. അപ്പോൾ അമ്മയും അച്ഛനും ഇതാ പോവാണ് കേട്ടോ. എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. അതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റു. അതായത് ഇന്ന് സൺഡേ ആണ് കേട്ടോ. ശനിയാഴ്ച ആയിരുന്നു പൂരം. ഇന്ന് പിറ്റേ ദിവസം സൺഡേ ആയിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച കുറച്ച് നിതേച്ച് തയ്ച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് സൺഡേ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിങ്കളാഴ്ച കൊറിയർ അയക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ധാവണി നമ്മുടെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡമ്മീമ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ധാവണിക്ക് എത്ര റേറ്റും ചോദിക്കാറുണ്ട്. 1200 രൂപയാണ്. ഫുള്ളി സ്റ്റിച്ചഡാണ് കേട്ടോ. അതേപോലെ തന്നെ സ്കേർട്ടിൽ അജ്രക്ക് മെറ്റീരിയലിൻ്റെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിലും പിന്നെ ഷോളിൻ്റെ 4 സൈഡിലും ഷോൾ 2.5 മീറ്ററാണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് മോഡലാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ധാവണിയാണ് കേട്ടോ.
പിന്നെ നമുക്ക് ടിഷ്യൂവിൻ്റെ കുറച്ച് പട്ടുപാവാട, ധാവണി ഇതൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന അയൺ ബോക്സിന് ചാഗോറിൻ്റെ ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. തുണി കരിയോ അങ്ങനെയുള്ളതൊന്നുമില്ല, സെൽഫ് ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ധാവണി സെറ്റാണ് കേട്ടോ. ബ്ലൗസ് അൺസ്റ്റിച്ചഡാണ്, സ്കേർട്ട് സ്റ്റിച്ചഡാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ദുപ്പട്ട 2.5 മീറ്റർ കസവിൻ്റെ ഷോളും ഉണ്ട്. അപ്പോൾ ഇതിന് 980 രൂപയാണ് കേട്ടോ. ബ്ലൗസ് അൺസ്റ്റിച്ചഡാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ 250 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ പട്ടുപാവാട ഉണ്ട് കേട്ടോ. പട്ടുപാവാട ആണെങ്കിൽ ജസ്റ്റ് 650 രൂപയാണ്. ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്, റെഡ് ബ്ലൗസ്, അതേപോലെ തന്നെ ടിഷ്യൂവിൻ്റെ സ്കേർട്ടായിട്ടുള്ളത്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ജോർജറ്റ് ധാവണി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളറായിട്ട് കളറുകൾ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നെക്കിലും സ്ലീവിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ധാവണിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കൊറിയർ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് കസ്റ്റമേഴ്സിന് പാക്ക് ചെയ്ത് കൊറിയർ അയച്ചു കൊടുക്കണം. എന്തെങ്കിലും അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ ലാപ്ടോപ്പിൽ കൊറിയർ അയച്ചവരുടെ അയക്കാത്തവരുടെ പെൻഡിങ് ഉള്ളതൊക്കെ ഞാൻ അപ്പം തന്നെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.